നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ മെറ്റലർജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇത് കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോയാണ്. അതേപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി ഇതിലുള്ളത്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ മിനറൽസ്, എന്താണ് മിനറൽസ്. The naturally occurring chemical substances in the earth crust obtained by mining are called minerals. അതായത് നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് മൈനിങ് വഴി കുഴിച്ചെടുക്കുന്നത് സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാം, മിനറൽസ് എന്ന് പറയാം. ഈ നെക്സ്റ്റ് എന്താണ്, വാട്ട് ആർ ഓർസ്. The minerals from which a metal can be extracted profitably and conveniently are known as its ores. ഇപ്പോൾ ബോക്സൈറ്റ്, ഹാമറ്റൈറ്റ്, അങ്ങനെ ഒരുപാട് മിനറൽസുകളുണ്ടാകും. മിനറൽസിൽ നിന്ന് ഏത് ഓർ എടുത്താലാണോ നമുക്ക് ഒരു മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ കിട്ടുക, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ആ മെറ്റലിൻ്റെ ഓർ എന്ന് പറയും. നെക്സ്റ്റ് ഗാങ്. ഗാങ് മീൻസ് ദ എർത്തിലി ഇമ്പ്യൂരിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് ഓർ ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഗാങ്. അതായത് നമ്മളൊരു ഓർ എടുത്താൽ ആ ഓറിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ പറയുന്നതാണ് ഗാങ് എന്ന്. ഇനി ടൈപ്പ് ഓഫ് ഓർസ്. ഫസ്റ്റ് വൺ നേറ്റീവ് ഓർസ്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. വാട്ട് യു മീൻ ബൈ നേറ്റീവ് ഓർസ്. ഓർസ് ഇറ്റ് കണ്ടെയ്ൻസ് മെറ്റൽ ഇൻ ഫ്രീ ഓർ എലമെൻ്റൽ സ്റ്റേറ്റ്. നേരിട്ട് മെറ്റൽസ് ഏതായിട്ടും ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എലമെൻ്റൽ സ്റ്റേറ്റിൽ മെറ്റൽസ് ആയിട്ട് തന്നെ കിട്ടുന്ന ഓർസിനെയാണ് നമ്മൾ നേറ്റീവ് ഓർസ് എന്ന് പറയാം. ഇതിന് എക്സാമ്പിൾ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ. ദ മെറ്റൽസ് ആർ യൂഷ്വലി ഫൗണ്ട് മിക്സ്ഡ് വിത്ത് ക്ലേ, സംടൈംസ് വിത്ത് ലംസ് കാൾഡ് നഗറ്റ്സ്. ഇതെങ്ങനെയാണ്, ക്ലേ ആയിട്ട് അല്ലെങ്കിൽ നഗറ്റ്സിനോടൊപ്പം ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക, കാണപ്പെടുക. രണ്ടാമത് വരുന്ന ഓർസാണ് സൾഫൈഡ് ഓർസ്. മെറ്റൽ പ്രസൻസ് ആസ് ഇൻ ദ സൾഫൈഡ്സ്. അതിന് എക്സാമ്പിളാണ് FeS2, Cu2S, ZnS, Ag2S. സൾഫൈഡ് ഫോമിൽ എന്ത് ചെയ്യുക, കാണപ്പെടുക മെറ്റൽസ്. നെക്സ്റ്റ് ഓക്സൈഡ് ഓർസ്. ഓർസ് കൺസിസ്റ്റ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ഫോംഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡ് ഓർ ബൈ ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് മെറ്റൽസ്. എക്സാമ്പിൾ ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ബോക്സൈറ്റ്. നെക്സ്റ്റ് വരുന്ന എക്സാമ്പിൾ എന്താണ്, ഓക്സോസാൾട്ട്സ് മീൻസ് മെറ്റൽസ് പ്രസൻറ്റ് ആസ് ദെയർ ഓക്സോസാൾട്ട്. എക്സാമ്പിൾ കാർബണേറ്റ്സ്, സൾഫേറ്റ്സ്. ഇമ്പോർട്ടൻറ്റ് കാർബണേറ്റോസ് ഏതൊക്കെയാണ്, കലാമിൻ, മാൽക്കേറ്റ്, മാഗ്നറ്റൈറ്റ്സ്, ഡോളമൈറ്റ്. ഇത് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് സൾഫൈഡോസ് ഏതൊക്കെയാണ്, ബാറൈറ്റ്സ്, ജിപ്സം, സോഡാമിൻ, മോണോസൈറ്റ്. നെക്സ്റ്റ് ഹാലൈഡോസ് എക്സാമ്പിൾസ് എന്താണ്, റോക്ക് സാൾട്ട്, ക്രയോലൈറ്റ്, ദെൻ AgCl, ഹോൺ സിൽവർ. അപ്പോൾ ഹൈ ഇലക്ട്രോപോസിറ്റീവ് ആൽക്കലി മെറ്റൽസ് ആൽക്കലൈൻ വിത്ത് മെറ്റൽസ് ടെൻഡ് ടു ഫോം ഹാലൈഡ് സാൾട്ട് വിച്ച് ഈസ് ബീയിങ് സൊല്യൂബിൾ ആൻഡ് വാഷ്ഡ് അവേ ഇൻ ടു ഓഷ്യൻസ്. നെക്സ്റ്റ് എന്താണ് മെറ്റലർജി എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. വാട്ട് ഈസ് മെൻ ബൈ metallurgy, the entire scientific and technological processes involved in the extraction and isolation of a pure metal from its ore are collectively referred as metallurgy. അപ്പോൾ അതായത് ഒരു ഓറിൽ നിന്ന് സയൻറ്റിഫിക് മെത്തേഡ് വഴി നമ്മൾ എങ്ങനെയാണ് ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, ആ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മെറ്റലർജി എന്ന്. അപ്പോൾ അതിലുള്ള പ്രോസസ്സുകൾ ഇൻവോൾവ് ആയത് ഏതൊക്കെയാണ്, ക്രഷിങ് ആൻഡ് പൾവറൈസേഷൻ, നെക്സ്റ്റ് കോൺസെൻട്രേഷൻ, മൂന്നാമത്തെ എക്സ്ട്രാക്ഷൻ, നാലാമത്തെ റിഫൈനിങ്. നെക്സ്റ്റ് എന്താണ് പൈറോമെറ്റലർജി എന്ന്. ദ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ടിങ് ബൈ റിഡക്ഷൻ യൂസിങ് കാർബൺ ഓർ അതർ റെഡ്യൂസിങ് ഏജൻറ്റ്സ് അറ്റ് എലവേറ്റഡ് ടെമ്പറേച്ചേഴ്സ്. അതായത് മെറ്റലർജി ടെക്നിക്ക് തന്നെ യൂസിങ് എന്താണ്, റിഡക്ഷൻ. ഏത് വെച്ചിട്ട്, കാർബൺ ഏജൻറ്റ്സ് ഓർ അതർ റെഡ്യൂസിങ് ഏജൻറ്റ്സ് അറ്റ് എലവേറ്റഡ് ടെമ്പറേച്ചറിൽ, ഹൈ ടെമ്പറേച്ചറിൽ കാർബൺസ് അല്ലെങ്കിൽ വേറെ മെറ്റൽസ് യൂസ് ചെയ്ത് റിഡക്ഷൻ വഴി എന്ത് ചെയ്യുക, മെറ്റൽസിൻ്റെ റിഫൈനിങ് നടത്തുന്നതിനാണ് നമ്മൾ പൈറോമെറ്റലർജി എന്ന് പറയാം. റിഫൈനിങ് അല്ല, എക്സ്ട്രാക്ഷൻ. നെക്സ്റ്റ് എന്താണ് കാൽസിനേഷൻ റോസ്റ്റിംഗ് എന്താണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ, കാൽസിനേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ എ റെഗുലേറ്റഡ് സപ്ലൈ ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ എ ഫർണസ് ഫോർ ഗെറ്റ് റിഡ് ഓഫ് വോളറ്റൈൽ മാറ്റർ ഫ്രം ദ ഓർ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺസെൻട്രേറ്റഡ് ഓറിൻ്റെ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആണ്. അതിൽ കോൺസ്റ്റൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ വെലോസിറ്റിയിൽ വിത്ത് കോൺസ്റ്റൻറ്റ് എയർ സപ്ലൈ. അപ്പോൾ O2 ഈസ് നോട്ട് യൂസ്ഡ് ഡ്യൂറിങ് കാൽസിനേഷൻ. ഇവിടെ എന്താണ്, ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വോളറ്റൈൽ മാറ്റർ ലൈക്ക് മോയ്സ്ചർ, CO2 എസ്കേപ്സ്.
അപ്പോൾ എന്തിനാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നത്? മോയ്സ്ചർ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് കാൽസിനേഷൻ ചെയ്യാൻ. ഒരു എക്സാമ്പിൾ എന്താണ്? ZnCO3 ചൂടാക്കിയാൽ ZnO+CO2. ഇല്ല, ZnO നമുക്ക് ആവശ്യമുള്ളൂ, CO2 എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. എ റിവർബറേറ്ററി ഫർണസ് യൂഷ്വലി എംപ്ലോയിഡ് ഫോർ ക്യാരിങ് ഔട്ട് കാൽസിനേഷൻ പ്രോസസ്സ്. ഈ കാൽസിനേഷൻ പ്രോസസ്സ് നടക്കാൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് ഒരു റിവർബറേറ്ററി ഫർണസ് ആണ്. നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നത് റോസ്റ്റിംഗ് ആണ്. എന്താ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? റോസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ എക്സസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. കാൽസിനേഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ്? വിത്തൗട്ട് എയർ ആണ്, ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇത് കോൺസ്റ്റൻറ്റ് എയർ സപ്ലൈ ആണ് ഇവിടെ ചെയ്യുന്നത്. അതെന്താണ്? മെൽറ്റിംഗ് പോയിന്റ് താഴെ തന്നെ. ഇൻ എ ഫർണസ് വിത്ത് എ വ്യൂ ഓഫ് ഓക്സിഡൈസ് ദ ഓർ. ഇവിടെ എന്താണ്? ഓക്സിഡേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ O2 ഈസ് യൂസ്ഡ് അപ്പ് ഇൻ ദിസ് പ്രോസസ്. റിവർബറേറ്ററി ഫർണസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ എക്സാമ്പിൾ എന്താ? ZnS+O2 gives ZnO. നെക്സ്റ്റ് എന്താണ്? സ്മെൽറ്റിംഗ്. എന്താണ് സ്മെൽറ്റിംഗ്? മെറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈ ടെമ്പറേച്ചർ റിഡക്ഷൻ പ്രോസസ് ഈസ് കാൾഡ് സ്മെൽറ്റിംഗ്. ഹൈ ടെമ്പറേച്ചറിൽ മെറ്റൽസിന് റിഡക്ഷൻ സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? സ്മെൽറ്റിംഗ് എന്ന് പറയാം. ഇത് ജനറലി ക്യാരിഡ് ഔട്ട് ഇൻ എ ബ്ലാസ്റ്റ് ഫർണസ് ഓർ റിവർബറേറ്ററി ഫർണസ് വിത്ത് റെഗുലേറ്റഡ് എയർ സപ്ലൈ. അപ്പോൾ ഇവിടെ എയർ സപ്ലൈ ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഫ്രം ഹാമറ്റൈറ്റ്. നെക്സ്റ്റ് എന്താണ് ഗാങ്, എന്താണ് ഫ്ലക്സ്, എന്താണ് സ്ലാഗ്? ഇത് മൂന്നെണ്ണം കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഗാങ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? നോൺ ഫിസിബിൾ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ കാൽസിനേറ്റഡ് റോസ്. അതായത് ഒരു ഓർ എടുത്താൽ ഓറിൻ്റെ ഒപ്പം നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്താ പറയുക? ഗാങ് എന്ന് പറയാം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റൻസസ് ആഡഡ് ഡ്യൂറിങ് മെറ്റലർജിക്കൽ പ്രോസസ്സസ് വിത്ത് എ വ്യൂ ടു റിമൂവ് ദ നോൺ ഫിസിബിൾ ഗാങ് ഈസ് കാൾഡ് ഫ്ലക്സ്. അതായത് അതിലത്തെ ഗാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം, മെറ്റലർജി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ സ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഈസിലി ഫ്യൂസിബിൾ product formed by the combination of flux with non-fusible gang is called slag. അതായത് ഫ്ലക്സും ഗാങ്ങും കൂടി മിക്സ് ആയിട്ട് നമുക്ക് അതിന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഫിസിബിൾ പാർട്ടായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ലാഗ് എന്ന് പറയാം. നെക്സ്റ്റ് ഇനി ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫ്ലക്സ് പ്ലസ് ഗാങ് എന്ന് എഴുതുക. ഇനി എന്താണ് ഓട്ടോ റിഡക്ഷൻ? For the metals of low reactivity such as silver, mercury and gold, no chemical reagent is required for the reduction of their oxides. സാധാരണ നമ്മൾ ഓക്സൈഡ്സിൻ്റെ റിഡക്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ചില മെറ്റൽസിന്, ഇപ്പോൾ സിൽവർ, മെർക്കുറി, ഗോൾഡ് തുടങ്ങിയവർക്കൊക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ട? വേറെ ഒരു ഓക്സൈഡ്സിൻ്റെ ആവശ്യമില്ല. ദേ അണ്ടർഗോ സെൽഫ് ഡീകമ്പോസിഷൻ. അതിനെയാണ് നമ്മൾ ഓട്ടോ റിഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഓഫ് മെർക്കുറി ബൈ റോസ്റ്റിംഗ് ഇൻ സിൻബാർ. സിൻബാർ മീൻസ് HGS, ഹൈഡ്രജൻ മെർക്കുറിക് സൾഫൈഡിനെയാണ് നമ്മൾ സിൻബാർ എന്ന് പറയാം. അപ്പോൾ സിൻബാർ എന്ത് ചെയ്യുക? നമ്മൾ മെർക്കുറി അതിന് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് റോസ്റ്റിംഗ് വഴിയാണ്. ഒന്ന് ഹീറ്റ് ആക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അതിന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആരുടെ? HG അല്ലെങ്കിൽ മെർക്കുറി. ഇനി എന്താണ് കെമിക്കൽ റിഡക്ഷൻ? കെമിക്കൽ റിഡക്ഷൻസ് ആർ പെർഫോംഡ് ബൈ യൂസിങ് reducing agents like carbon, hydrogen, carbon monoxide, etc. An example, ZnO+C gives Zn+CO. ഇനി അടുത്ത സോൺ റിഫൈനിങ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സോൺ റിഫൈനിങ്. അപ്പോൾ എന്താണ് സോൺ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ? ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ദ സോൺ റിഫൈനിങ് process is that impurities present in a metal would be more stable and in its melted state rather than in the solid form. അപ്പോൾ അതിൻ്റെ സോൺ റിഫൈനിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഇമ്പ്യൂരിറ്റീസ്, ഒരു മെറ്റൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് വുഡ് ബി മോർ സൊല്യൂബിൾ ഇൻ മെൽറ്റഡ് സ്റ്റേറ്റ്. ഇമ്പ്യൂരിറ്റീസ് എന്താണ്? മെൽറ്റഡ് സ്റ്റേറ്റ് എത്തുമ്പോൾ മോർ സൊല്യൂബിൾ ആവും. എന്തിനേക്കാൾ? അത് സോളിഡ് ഫോമിൽ ഇരിക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ മെറ്റൽസ് ഓഫ് വെരി ഹൈ ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഹൈലി ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള മെറ്റൽസിന് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സോൺ റിഫൈനിങ് യൂസ് ചെയ്യാം. എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രിപ്പറേഷനും ഇത് യൂസ് ചെയ്യും. ദ ഇമ്പ്യൂരിറ്റീസ് ഓഫ് എ മെറ്റൽ ഇൻ ദ ഫോം ഓഫ് എ ലോങ് റോഡ്. ഇപ്പോൾ ഇമ്പ്യൂർ മെറ്റൽ എന്താണ്? നമ്മളൊരു ലോങ് റോഡ് പോലെ, ഒരു ബാർ മാഗ്നറ്റ് പോലെ നമ്മൾ എടുക്കും. എ സർക്കുലർ മൊബൈൽ ഹീറ്റർ ഈസ് പാസ്ഡ് അറ്റ് വൺ ഓഫ് ദ എൻഡ് ആൻഡ് ദെൻ റിമൂവ്ഡ് ഫോർവേഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. അതായത് ഒരു ഡയറക്ഷൻ, ഇപ്പോൾ നമ്മളൊരു ഒരു സ്കെയിൽ എടുക്കുക, ഒരു ബാർ സോപ്പ് പോലെ എന്തെങ്കിലും ഒന്ന് എടുക്കുക, ഒരു വുഡൻ
സ്ട്രക്ചറിൽ വരുന്നത്, ഒരു വുഡൻ ബ്ലോക്കിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. അതിൻ്റെ ഒരു സൈഡിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു മൊബൈൽ ഹീറ്റർ ഇങ്ങനെ പാസ് ചെയ്യിക്കും. അപ്പോൾ എന്താണ്, അതിൽ ഇമ്പ്യൂരിറ്റീസ് എന്താണ് പെട്ടെന്ന് മെൽറ്റഡായി പോകുന്നതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അവിടെ മെറ്റൽസ് അവിടെ റിമൈൻ ചെയ്യും, അതേപോലെ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, അവിടെ ഡിസോൾവ് ആയിട്ട് പോരും. അപ്പോൾ നമ്മളിതൊരു അറ്റത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ആ ഡിസോൾവഡ് പാർട്സിൽ ഇമ്പ്യൂരിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദ മെറ്റൽ മെൽറ്റ്സ് ആൻഡ് മോൾട്ടൺ zone in the rod moves forward along with the heater. The pure metal crystallizes out from the melt. The impurities moved into the adjacent molten state. The process is repeated by moving heater along one direction. So impurities will accumulate at one end and then the part is removed. അപ്പോൾ നമ്മളൊരു ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എന്ത് ചെയ്യും, മെറ്റലും ആദ്യം ലിക്വിഡ് ഫോമിലേക്ക് വരും, അല്ലെങ്കിൽ എന്താണ് ഹീറ്ററിൽ അലിഞ്ഞു പോകും, എന്നിട്ട് എന്ത് ചെയ്യും, പഴയ പോലെ ക്രിസ്റ്റലൈസ് ചെയ്യും. പക്ഷേ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യില്ല, ക്രിസ്റ്റലൈസ് ചെയ്യാൻ കുറച്ച് താമസം പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളങ്ങനെ നീക്കിക്കോട്ട് വരുമ്പോൾ ഒരറ്റത്തേക്ക് എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് മാത്രം അവിടെ അടിഞ്ഞുകൂടും. അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മുറിച്ച് കളയാണ് ചെയ്യുക. നെക്സ്റ്റ് റിഫൈനിങ് ഓഫ് നിക്കൽ അല്ലെങ്കിൽ മോൺ പ്രോസസ്സ്. അതും ചോദിക്കാറുണ്ട്, എന്താണ് മോൺ പ്രോസസ്സ് എന്ന്. ഇൻ മോൺ പ്രോസസ് നിക്കൽ ഈസ് ഹീറ്റഡ് അറ്റ് അബൌട്ട് 350 Kelvin in a stream of carbon monoxide to get volatile nickel tetracarbonate. അപ്പോൾ നിക്കലും കാർബൺ മോണോക്സൈഡും കൂടി ചേർത്തിട്ട് NiCO4 ഉണ്ടാക്കും. ദ കാർബണൈൽ ഈസ് ഹീറ്റഡ് അറ്റ് 470 Kelvin so that it decomposes to yield pure metal. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ എന്ത് ചെയ്യും, 470 Kയിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അത് നേരെ ഡിഫ്യൂസ് ചെയ്തിട്ട് നിക്കലും കാർബണായിട്ടും മാറും. നെക്സ്റ്റ് എന്താണ് വാൻ ആർക്കൽ മെത്തേഡ്. വാൻ ആർക്കൽ മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. റിഫൈനിങ് ഓഫ് സിർക്കോണിയം ഓർ ടൈറ്റാനിയം. ടൈറ്റാനിയത്തിൻ്റെയും സിർക്കോണിയത്തിൻ്റെയും പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് വാൻ ആർക്കൽ മെത്തേഡ്. ദ ക്രൂഡ് മെറ്റൽ സിർക്കോണിയം ഓർ ടൈറ്റാനിയം ഈസ് ഹീറ്റഡ് ഇൻ എ ഇവാക്യുവേറ്റഡ് വെസൽ വിത്ത് അയോഡിൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, അതിനെ അയോഡിൻ വെച്ച് ട്രീറ്റ് ചെയ്യും, ഹീറ്റ് ചെയ്യും. ദ മെറ്റൽ അയോഡിൻ ഫോംഡ് വൊളറ്റൈൽസ്. അതെന്ത് ചെയ്യും, വൊളറ്റലൈസ് ആവും, അതിൻ്റെ മെറ്റൽ അയോഡിൻ ഫോം ചെയ്തത്. ദിസ് ഈസ് കണ്ടൻസ്ഡ് ആൻഡ് കളക്റ്റഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്തിട്ട് കളക്ട് ചെയ്യും. ദ മെറ്റൽ അയോഡൈഡ് ദസ് ഒബ്റ്റൈൻഡ് ഈസ് ദെൻ ഡീകമ്പോസ്ഡ് ഓൺ ഇലക്ട്രിക്കലി ഹീറ്റഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് അറ്റ് 18,000 Kelvin. ഇപ്പോൾ എന്താണ്, ദ പ്യുവർ മെറ്റൽ ഗെറ്റ്സ് ഡിപ്പോസിറ്റഡ് ഓൺ ദ ഫിലമെൻറ്റ്. ഇപ്പോൾ സിമ്പിൾ പ്രോസസ്സാണ്. ആദ്യം പൊട്ടാസ്യം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും, ഹീറ്റർ വിത്ത് പൊട്ടാസ്യം അല്ല അയോഡിൻ വെച്ച് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്, അയോഡിൻ വൊളറ്റലൈസ് ചെയ്യും, ദെൻ അതിനെ കണ്ടൻസ് ചെയ്യും. വൊളറ്റലൈസ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക, അതാണ് വൊളറ്റലൈസ് എന്ന് പറഞ്ഞാൽ. ഹീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അതിനെ കണ്ടൻസ് ചെയ്യും. എന്നിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പ്യുവർ മെറ്റൽ എന്ത് ഉണ്ടാവും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ ഫോംസ് ഓഫ് അയൺ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒന്നാണ്. ഫസ്റ്റ് വൺ എന്താണ്, കാസ്റ്റ് അയൺ. എന്താ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ, മോസ്റ്റ് ഇംപ്യൂർ ഫോം ഓഫ് commercial iron which contain 2.5 to 4.5% carbon. It is also contain traces like impurities like silicon, phosphorus, manganese, sulfur, etc. Prepared by melting pig iron with scrap and coke in the presence of hot air blast. The melting point is much lower than pure iron. It is not used for making machines but used for making agricultural implements like spades, racks, pipes, etc. നെക്സ്റ്റ് വരുന്നത് റോട്ട് അയോൺ. റോട്ട് അയോൺ മീൻസ് റോട്ട് അയോൺ ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് കൊമേഴ്ഷ്യൽ അയോൺ ദാറ്റ് കണ്ടെയ്ൻസ് 0.1 to 0.25% of carbon and traces of silicon, phosphorus, manganese, sulfur, etc. Manufactured from cast iron by melting in a special reverberatory furnace lined inside with hematite. Limestone is added while heating the provided with a flux and calcium oxide. It is extremely tough, not brittle, highly malleable ആണ്. Its melting point is 1500 degrees Celsius which is very much close to the melting point of iron. അപ്പോൾ നാച്ചുറൽ അയണിൻ്റെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ആളാണ് ഏത്, റോട്ട് അയൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് നെയിൽസ്, ബോൾസ്, ആങ്കേഴ്സ്, വയേഴ്സ്, ചെയിൻസ്, എക്സെട്ര. നെക്സ്റ്റ് വേറെ വരുന്ന ഫോമാണ് സ്റ്റീൽ. Commercial form of iron that contains 0.25% to 2% carbon, manufactured from pig iron.
അപ്പോൾ സ്റ്റീൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്, ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ ഓഫ് മോൾട്ടൺ അലുമിനിയം, ഹൾ ഹെറാൾഡ് പ്രോസസ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഡയഗ്രാം. ഞാൻ ഇതിൽ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഡയഗ്രാം കൂടി എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഇതാണ്. In the metallurgy of aluminium, purified Al2O3 is dissolved in molten cryolite containing a little fluorspar which lowers the melting point of the mix and brings conductivity. ഇപ്പം എന്താണ്, അലുമിനിയത്തിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ഹൾ ഹെറാൾഡ് പ്രോസസ്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, CaF2 അല്ലെങ്കിൽ ഫ്ലൂറോസ്പാർ ചേർത്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, ആ അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെ ലോവർ ചെയ്യും, കുറയ്ക്കും. The fused mass at about 1223 Kelvin is electrolyzed in the steel cell lined inside the carbon. This carbon lining acts as cathode. The anode consists of a number of graphite rods suspended on a bus bar into molten electrolyte from the top. The electric current passed serves two purposes. ഒന്നെന്താണ്, heating to കീപ് ഇലക്ട്രോലൈറ്റ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. രണ്ടാമത്തെ എന്തിനാണ്, ഇലക്ട്രോളിസിസ്. ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് എന്താണ് നടക്കുക, ഇവിടെ നമ്മൾ കാഥോഡ് ആനോഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇലക്ട്രോളിസിസ് നടക്കുക, നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് അലുമിനിയം ഈസ് സെറ്റ് ഫ്രീ അറ്റ് കാഥോഡ് ആൻഡ് ഓക്സിജൻ ഈസ് ഇവോൾവഡ് അറ്റ് ആനോഡ്. എന്ത് ചെയ്യും, അലുമിനിയം എവിടെ സെറ്റിലാവും, കാഥോഡിൽ. ഓക്സിജൻ എവിടെ നിന്ന് എമിറ്റ് ആവും, ആനോഡിൽ നിന്നും. The molten aluminum formed collected at the bottom of the cell and tapped off from time to time. അപ്പോൾ നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാഥോഡ് മാറ്റിക്കൊണ്ടിരിക്കും. കൂൾഡ് ആൻഡ് കാസ്റ്റ് ഇൻ ടു ബ്ലോക്സ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ കൂൾ ചെയ്തിട്ട് ഓരോ ബ്ലോക്സ് ആയിട്ട് അടുക്കി വയ്ക്കും. ഇറ്റ് ഈസ് ഓഫ് 99.5% ഓഫ് പ്യൂരിറ്റി. അപ്പോൾ നല്ല ഹൈ പ്യൂരിറ്റി ഉള്ള മെത്തേഡാണ് എന്ത്, ഹൾ ഹെറാൾഡ് പ്രോസസ്സ്. നെക്സ്റ്റ് എന്താണ്, ക്രോൾ പ്രോസസ്സ്. The metal is produced by the reduction of TiCl4. TiCl4 heated with the molten magnesium in an atmosphere of argon at 1073 Kelvin. അതിൻ്റെ റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. The MgCl2 ആണത്. MgCl2 and excess of magnesium is removed by volatilization or by leaching with water. Then dilute with HCl to get spongy titanium. It is then grinded and cleaned with aqua regia, melted under with argon or vacuum in an electric arc, cast into ingots. നെക്സ്റ്റ് എന്താണ് അലോയ് എന്ന് പറഞ്ഞാൽ, an alloy is a solid solution of two or more metals. ഒന്നിലധികം മെറ്റൽസ് കമ്പൈൻ ചെയ്തതിനാണ് നമ്മൾ എന്ത് പറയുക, അലോയ് എന്ന് പറയുക. അല്ലെങ്കിൽ എന്ത് പറയാം, വൺ ഓർ മോർ മെറ്റൽസ് ആൻഡ് വൺ ഓർ മോർ നോൺ മെറ്റൽസ്. ഒരു മെറ്റലോ അല്ലെങ്കിൽ നോൺ മെറ്റലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസോ അതിനെ ചേർന്ന് ആ കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയാം, അലോയ് എന്ന് പറയാം. അലോയിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എന്താണ്, interstitial alloys which are small invading atoms occupy interstitial position in the metal lattice without actually replacing the metal atoms. മെറ്റൽ ആറ്റംസിനെ മാറ്റാതെ അതിൻ്റെ സ്പേസസിൽ, അതിൻ്റെ വോയിഡ്സിൽ കയറിയിരിക്കുന്ന അലോയ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഡസ്ട്രീഷ്യൽ അലോയ്സ് എന്ന് പറയാം. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷണൽ അലോയ്സ്. മെറ്റൽസ് which are completely miscible with each other can form continuous range of solid solution in which solute atoms replace the solvent atoms at the lattice site. ഇവിടെ എന്താണ്, ലാറ്റിസ് സൈറ്റിൽ റീപ്ലേസ്മെൻറ്റ് നടക്കും. എക്സാമ്പിൾ എന്താണ്, CuZn, CuAO, AgZn ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയോൺ, ഇത് 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഫസ്റ്റ് വൺ, ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവർ ഈസ് എൻ അലോയ് ഓഫ് കോപ്പർ, നിക്കൽ ആൻഡ് സിങ്ക്. സിൽവർ വൈറ്റ് കളറാണ് വരിക. അതിൽ കോപ്പർ 50 to 60%, നിക്കൽ 20 to 30%, സിങ്ക് എത്രയാണ്, 70 to 20% ആണ്. നെക്സ്റ്റ് വരുന്നത് ബ്രാസ് ആണ്. ബ്രാസ് ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. അതിൽ കോപ്പർ 80%, സിങ്ക് എന്താണ് 20% ആണ്. ഗോൾഡ് ലൈക്ക് അപ്പിയറൻസ്, പിന്നെ മാലിയബിൾ ആണ്. യൂസ്ഡ് ഫോർ മേക്കിംഗ് ലോക്സ്, ബിയറിങ്സ്, ഡോർ ലോക്സ് എക്സെട്ര. ഡ്യൂ ടു ദ അക്വസ്റ്റിക് പ്രോപ്പർട്ടി ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് musical instruments. Next,
എന്താണ് ബ്രോൺസ് എന്ന്? ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ. കോപ്പറിൻ്റെയും ടിന്നിൻ്റെ ഒരു അലോയിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രോൺസ് എന്ന് പറയാം. അതിലെന്താണ് CU 75-90%, അതുപോലെ SN എത്രയാണ്? 10-25% ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഗൺ മെറ്റൽ. ഗൺ മെറ്റൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ ഗൺ മെറ്റൽ? ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്. അതിൽ കോപ്പർ 88%, SN എത്രയാണ്? 8%, ZN എന്താണ്? 4%. SN മീൻസ് ടിന്നാണ്, ഹാർഡ് ആൻഡ് സ്ട്രോങ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻറ്റ്, യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗൺസ്, സ്റ്റാച്യൂസ് ആൻഡ് ബട്ടൺസ്. ജീൻസിലൊക്കെ വരുന്ന ബട്ടൺസ്. നെക്സ്റ്റ് എന്താണ് അൽനിക്കോ? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് അയൺ. അതിനെയാണ് നമ്മൾ അൽനിക്കോ എന്ന് പറയാം. അതിൽ സ്മോൾ എമൗണ്ട് അല്ല, ലാർജ് എമൗണ്ട് ഓഫ് അയൺ. അയൺ എത്ര വരും? 50-70% അയൺ. അലുമിനിയം 8-12, നിക്കൽ എത്രയാണ്? 50-26, കൊബാൾട്ട് എത്രയാണ്? 5-24. It is ferromagnetic in nature. Ferromagnetic in nature used for magnet used in electric motor. നെക്സ്റ്റ് എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? നമ്മൾ സ്റ്റീൽ എന്താണെന്നുള്ളത് ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 11 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടി എന്ത് ചെയ്യുക? അതിൽ നമ്മൾ ആഡ് ചെയ്യുക. സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ഹാവ് ക്രോമിയം കണ്ടൻറ്റ് ബിറ്റ്വീൻ 10-30% ആൻഡ് സം ടൈപ്പ് ഹാവ് 4-35%. ദേ ആർ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ. അവർക്ക് എന്താണ്? കൊറോഷൻ സംഭവിക്കില്ല. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്താണ്? Autonistic stainless steel. Autonistic stainless steel, it contains 60-26% of chromium and 35% of nickel. Other particles included ഏതായിരിക്കും? മോളിബ്ഡിനം, ടിന്ന്, CO, കോപ്പർ എക്സെട്ര. ഹൈ വെൽഡബിലിറ്റി ആണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് എന്താണ്? 18/8 ഓർ 304 ഗ്രേഡ് ആണ് വരുന്നത്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡയറി പ്രൊഡക്ട്സ് മേക്കിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കണ്ടെയ്ൻ 10.5-25% ക്രോമിയം. അതിലെന്തില്ല? നിക്കലില്ല. ദേ കാൺ ബി ഹാർഡൻ ബൈ ഹീറ്റഡ്. അവരെന്താണ്? ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഹാർഡൻ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് മാർട്ടിനിസ്റ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് 11.5-18% ഓഫ് ക്രോമിയം ആൻഡ് അപ് ടു 1.2% ഓഫ് കാർബൺ. നിക്കൽ സംടൈംസ് ആഡഡ്. ലെസ് കൊറോഷൻ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ഇൻട്രാമെഡുലറി റോഡ്സ്. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. വാട്ട് യു മെൻ ബൈ ഇൻട്രാമെഡുലറി റോഡ്സ്? ആൾസോ നോൺ ആസ് എന്താണ്? IM നെയിൽ. ഇൻട്രാമെഡുലറി നെയിൽ എന്ന് എന്ത് ചെയ്യും? അറിയപ്പെടും. ഇറ്റ് ഈസ് എ മെറ്റൽ റോഡ് ഫോഴ്സ്ഡ് ഇൻ ദ മെഡുലറി കാവിറ്റി ഓഫ് എ ലോങ് ബോൺ ഡ്യൂറിങ് ഫ്രാക്ചർ ആൻഡ് ബോൺ റിപ്പയർ സർജറീസ്. നമ്മൾ ബോണിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്ന, നമുക്ക് സാധാരണ നമ്മൾ കയ്യോ കാലൊക്കെ പൊട്ടിയാൽ നമ്മൾ ഇരുമ്പിടുക, സ്റ്റീലിടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ കയ്യുമ്മേ? അതിനാണ് നമ്മൾ ഇൻട്രാമെഡുലറി റോഡ്സ് എന്ന് പറയുക. IM നെയിൽസ് ആർ ബോൾട്ടഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ റൊട്ടേഷൻ ഓർ കൊളാപ്സ്. ഇപ്പം എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഇൻട്രാമെഡുലറി റീജിയൻസിൽ ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബോൾട്ട് ചെയ്ത് വെക്കും. പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയം സ്റ്റീൽസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിസീസ്. ആൾസോ യൂസ്ഡ് ഫോർ ദ ഡിസീസ് എന്താണ്? OI, ഓസ്റ്റിയോജനസിസ് ഇംപെർഫെക്ട്ര. ഇറ്റ് ഈസ് എന്താണ്? ഒരു ബോൺ ഡിസീസസ് ആണ്. അതിൻ്റെ എന്താണ്? അങ്ങനെയുള്ള ആൾക്കാർക്ക്, ആ ഡിസീസുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും? ബോൺസ് എപ്പോഴും പൊട്ടിക്കൊണ്ടുള്ള ബോൺസ് ആയിരിക്കും. ബോൺസ് ഓഫ് ഫ്രജൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ബെൻഡിങ് ബോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ.